ഹലോ, ഗോഡ്സ് ഗ്രേസിൻ്റെ മന്നായുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ വളരെ ഹാർദവമായ ഒരു വിചാരത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അതിന് തന്ന ലൈക്ക് ഷെയറും ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നിങ്ങളുടെ സംശയം തീർക്കാനൊക്കെ ഞാൻ എപ്പോഴും തയ്യാറാണ്. നിങ്ങളെന്നെ എൻ്റെ യൂട്യൂബിലൂടെ ചോദിക്കുന്നത് ഇച്ചിരി കൂടെ ഉപകാരമായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അത് ഉപകാരപ്പെടുമല്ലോ. പിന്നെ സ്നേഹം അതില്ല എങ്കിൽ ഒന്നുമില്ല. സ്നേഹമാണ് അഖില സാരം മൊഴിയിൽ എന്നല്ലേ കവി പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് അവിടെ എഴുന്നേറ്റിരുന്ന് ഒരു മിനിറ്റ് ദൈവമേ ഇന്ന് എഴുന്നേൽക്കാനും ഇന്നത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ഈ സമയത്ത് നിന്നെ ഞാൻ പാടി സ്തുതിക്കുന്നു. എഴുന്നേൽക്കാനുള്ള കൃപ തന്ന ദൈവത്തെ ആദ്യം സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വീഡിയോ അധികം ആരും കഴിച്ചിട്ടില്ലാത്തൊരു ചമ്മന്തിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കൊടുത്ത എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ മെയ്ഡിന് പോലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അധികം ആർക്കും അതറിയില്ല. ഇതാണിത് താരം ഉപ്പുമാങ്ങ. ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഉപ്പ് വെള്ളത്തിനകത്ത് മാങ്ങ, അതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. പത്തലമുളക്, ഉലുവ, പച്ചമുളകല്ല കാന്താരി ഇട്ടിരിക്കുന്നത്. കാന്താരി, സ്വല്പം കറിവേപ്പില, ഇത്രയും ചേർത്താണ് ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 2 3 എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്? ഇത് ആദ്യമൊക്കെ എൻ്റെ വിചാരം നല്ല വിളഞ്ഞ മാങ്ങ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത് എനിക്ക് എൻ്റെ മേട് കൊണ്ട് തന്നു. അത് അധികം മൂപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കുറേ ഏറെ കിട്ടിയപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് ഓർത്താൽ ഇങ്ങനെ ചെയ്ത് നോക്കി. പക്ഷെ നല്ല സൂപ്പറാണ്. കാരണം നല്ല പുളിയോട് കൂടി തന്നെ അതിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാനത് കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് നല്ലതാണ് ചീത്തയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ 20 കോഴിക്കൊട്ട ഉണ്ടാക്കി. അതൊരു 8-10 പേർക്ക് കൊടുക്കാൻ സാധിച്ചു. ഏറെ സന്തോഷം. അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വലിയൊരു ക്ലോസ് ഫ്രണ്ട്, നമ്മൾ എവിടെ ചെന്നാലും ഒരു ചങ്ങാതിയെ കണ്ടെത്തുമല്ലോ. സ്നേഹം ഉണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും സ്നേഹം പങ്കിടാൻ പറ്റണം, അത് ആസ്വദിക്കാൻ പറ്റണം. അത് വെറുതെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മൾ പ്രകടിപ്പിക്കണം. ഈ ചമ്മന്തി കൊണ്ട് കൊടുത്ത് ആനി എന്നും പറയും എന്നോട്. CMS കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. എന്നെ കിട്ടിയിട്ട് കുറേ നാളായല്ലോ. അവർ ഓൺലൈനിൽ വരുത്തി. ഇങ്ങനെ 2 3 കിട്ടിയുള്ളൂ. 400 രൂപ കൊടുത്തു. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ പ്രഷ്യസ് സാധനമാണല്ലോ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതെന്ന്. പിന്നെ ഇത് സമ്മന്തി അരയ്ക്കാൻ പോവുക. ഇത് സമ്മന്തി അരയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി. പിന്നെ ഇത് ചാറ് വെക്കാം, തേങ്ങ അരച്ച് മാങ്ങാക്കറി പോലെ തന്നെ വെക്കാം. ഒത്തിരി പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇന്നൊന്ന് മാത്രം പറയാം. അതിന് നമ്മൾ നല്ലപോലെ തേങ്ങ എടുത്തു. ഇതിപ്പം ഒരു 3 മാങ്ങയ്ക്കുള്ള തേങ്ങയുണ്ട്. ഒരു മാങ്ങ കൂടി ഇതിൽ നിന്ന് എടുക്കണം. 3 മാങ്ങയ്ക്കുള്ള തേങ്ങയുണ്ട്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരിയോ വെളുത്തുള്ളിയോ ചേർക്കാം. അല്ല, കാന്താരിയോ പച്ചമുളകോ ചേർക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. പിന്നെ വേണ്ടത് കറിവേപ്പില നന്നായിട്ട് ഞാൻ എല്ലാ കറിക്കും ചേർക്കും, കാരണം അത് വീട്ടിലുണ്ടല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മല്ലിയില. ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചല്ലേ, ഇപ്പോഴും ഇത്രയും ദിവസമായിട്ട് അത് യാതൊരു കേടും കൂടാതെ ഫ്രിഡ്ജിലിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് എടുക്കും. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇത്രയും ചേർത്താണ് ഇത് സമ്മന്തി അരയ്ക്കുന്നത്. ഇത് അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാനിത് സമ്മന്തി അരച്ചിട്ടുണ്ട്. ഇത്ര മതി, കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ മെയ്ഡും. അപ്പോൾ 3 മാങ്ങ ചേർത്ത് അരച്ചതാണിത്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഈ സമ്മന്തി അരയ്ക്കുമ്പോൾ ഞാനിതൊന്നും ഉച്ചയ്ക്ക് ഇത് കറി കൂട്ടിയതാണേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട്, കാരണം ഇത് കണക്കായിട്ടായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് സമ്മന്തി അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാം, ചുമന്നുള്ളി ചേർക്കാനേ പാടില്ല. ഉള്ളിയുടെ ആവശ്യത്തിന് വെളുത്തുള്ളി ചേർക്കുക. ചുമന്നുള്ളി ചേർത്താൽ ഈ സമ്മന്തിക്കുണ്ടല്ലോ ഒരു കറുപ്പ് വരും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല, അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഈ സമ്മന്തി അരയ്ക്കുമ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും, എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചാൽ കൊള്ളാം. എന്നോട് ചിലരെല്ലാം എൻ്റെ യൂട്യൂബിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്,
അമ്മച്ചി എല്ലാ ദിവസവും വരാമോ എന്ന്. ഞാൻ ശ്രമിക്കാം, എല്ലാ ദിവസവും വരാനായിട്ടാണ് അത് കണ്ടപ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആരോഗ്യവും ബലവും എനിക്ക് തരാൻ വേണ്ടി നിങ്ങളെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ ഇതിന് സഹകരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അതെനിക്ക് തീർച്ചയാണ്. രണ്ടാമത്, എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ ഇനി തൊട്ട് വെള്ളിയാഴ്ച ഒരു ആത്മശരീര മനസ്സുകൾക്ക് ഉള്ളതാണ് ഞാൻ ഇടുന്നത്. ഇത് ശരീരത്തിനുള്ളതാണ്, ആത്മാവിനുള്ളതും ഞാൻ പറയാം. അപ്പോൾ പലരും ആത്മീയമായിട്ടും ചിലർ മാനസികമായിട്ടും വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കൗൺസിലിംഗ് കോഴ്സ് പഠിച്ച ഒരു കൗൺസിലറായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒത്തിരി പേരുടെ മനസ്സിന് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു ടോക്ക് തരാം. ഓക്കെ, ബൈ.